നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. അലൈൻ സെന്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് ചർച്ച് സംഘടിപ്പിക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനും എമറാൾഡ് ജൂബിലിക്കും മാർത്തോമൻ പൈതൃക സംഗമത്തിനും തുടക്കമായി. പരിപാടിയിൽ അലൈനിൽ കുർബാന അർപ്പിച്ചതിന്റെ 55-ാം വാർഷികവും ദേവാലയ കൂദാശയുടെ 10-ാം വാർഷികവും ആഘോഷിക്കും. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഡൽഹി ഭദ്രാസന മെത്രോപൊലീത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിമിത്രിയോസ് സഹകാർമ്മികനാണ്. റവറന്റ് അഡ്വക്കേറ്റ് എം തോമസ് പോൾ റംബാൻ മുഖ്യപ്രഭാഷണം നടത്തും. കഴിഞ്ഞ ദിവസം യുഎയിലെത്തിയ കാതോലിക്ക ബാവയ്ക്ക് വൈകിട്ട് ദേവാലയ അങ്കണത്തിൽ സ്വീകരണം നൽകി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി യുഎയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും. വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം ഉൾപ്പെടെ സമൂഹ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം അടയാളപ്പെടുത്തുന്ന GNG മിസിസ് കേരളം ദ ക്രൗൺ ഓഫ് ഗ്ലോറി സീസൺ 1 ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിലെ റാഡിസൺ ബ്ലൂവിൽ നടന്നു. മത്സരാർത്ഥികൾ അവരുടെ സമാനതകളില്ലാത്ത ചാരുതയും കഴിവും സ്വർണം വെള്ളി വിഭാഗങ്ങൾക്ക് കീഴിൽ പ്രകടിപ്പിച്ചു. സിൽവർ വിഭാഗത്തിൽ വൃന്ദ വിജയകുമാർ ജേതാവായപ്പോൾ അമിത ഏലിയാസ്, ഡോക്ടർ ശില്പ ശശികുമാർ എന്നിവർ യഥാക്രമം 1ഉം 2ഉം റണ്ണറപ്പ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഗോൾഡ് വിഭാഗത്തിൽ പ്രിയങ്ക കണ്ണൻ ജേതാവിന്റെ കിരീടവും ജയലക്ഷ്മി ദിവാകരൻ, നസീമ കുഞ്ഞ് എന്നിവർ 1ഉം 2ഉം റണ്ണറപ്പ് കിരീടങ്ങളും സ്വന്തമാക്കി. പ്രൊഫസർ അനിത ശേഖറിന്റെ സംഭാവനകൾ പരിഗണിച്ച് GNG മിസിസ് ഇൻസ്പിറേറ്റ എന്ന പേരിൽ ഒരു പ്രത്യേക കിരീടവും നൽകി. GNG മിസിസ് കേരളത്തിന്റെ സ്ഥാപക ദീപ പ്രസന്ന, ദിവ പേജൻസിന്റെ സ്ഥാപകരായ അഞ്ജന മസ്കരേനസ്, കാൾ മസ്കരനസ് എന്നിവർ പങ്കെടുത്തു. ശൈത്യകാലം ആസ്വദിക്കാൻ ഒരുങ്ങുകയാണ് വാദി അസിമ ഫ്ലവർ ഗാർഡൻ. ഫുജേറയിൽ നിന്നും 45 കിലോമീറ്റർ ദൂരെ മസാഫിക്കടുത്ത് അസീമ എന്ന ഗ്രാമത്തിലാണ് അതിമനോഹരമായ ഈ പൂന്തോട്ടം. മസാഫി ഗ്രാമത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. വിവിധ നിറങ്ങളിലും ഇനങ്ങളിലും പെട്ട നിരവധി പൂക്കളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് ഇവിടെയുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ നാടുകളിലും മാത്രം കാണപ്പെടുന്ന വിവിധയിനം പൂക്കളാണ് ഇവിടുത്തെ പ്രത്യേകത. അസിമ സ്വദേശിയായ മുഹമ്മദ് അൽ മസ്റൂഹി 10 വർഷം മുമ്പാണ് വ്യത്യസ്തമായ പൂന്തോട്ടം നിർമ്മിച്ചത്. 3 വർഷം മുമ്പ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. തുടക്കത്തിൽ ഇങ്ങോട്ടുള്ള പ്രവേശനം സൗജന്യമായിരുന്നു. ഇപ്പോൾ പ്രവേശനത്തിന് 15 ദിർഹം ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഎഇ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.